റോഡിന്റെ നടുവിൽ ഇറങ്ങിയാണ്ട് വണ്ടിക്ക് ബ്ലോക്ക് ഇട്ടിട്ട് ഒരൊറ്റ പറച്ചില് ഇത് ആറ്റി ഊതി കുടിച്ചിട്ട് പോയാൽ മതി. അതിന്റെ അടുക്ക് പോലീസുകാർ വരുന്നുണ്ടെങ്കിൽ പോലീസല്ല, പട്ടാളല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് പറഞ്ഞാലും ശരി അനങ്ങൂല. ബസ് വിടുന്ന വെള്ളം ആറ്റി കുടിച്ച് ഊതി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ അവിടെ. നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഡോറല്ലേ അല്ലെ? ഒരു ക്ലാസ് വേണ്ട. നിന്റെ ഇതിലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ? ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കാണ്ട് തുറന്നാൽ പോലല്ലോ. ഇറങ്ങി പഠിക്കാൻ പയ്യൻ വീണ പറഞ്ഞാൽ രാത്രി പോയില്ലേ? ഒരു ക്ലാസ് കൂടെ വേണ്ട മോഹന ഏട്ടാ, ഇതാണെടാ മാസ്. സത്യമായിട്ടും പക്ക മരണ മാസം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ചേട്ടന്മാരെ ബസ്സിന്റെ മുമ്പിലൊക്കെ ഇറങ്ങിയെന്ന് കണ്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൊടുത്തിട്ട് ഇത് ആറ്റി ഊതി കുടിച്ചിട്ട് സാവധാനം ബസ് എടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അതാണെടാ മെയിൻ ആയിട്ടുള്ള കാര്യം. അവിടെ വയലൻസ് ഇല്ല, മാപ്പൂ പറച്ചിലില്ല, ഒന്നുമില്ല. നൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിന്റെ അടുത്ത് കുറച്ച് പോലീസുകാരെ എന്നാണ്ട് കരയുന്നുണ്ട്. അതെന്തിനൊന്നും എനിക്കറിയില്ല. നാട്ടുകാരുടെ പൊതു വിഷയ ഈ വണ്ടി സ്പീഡോട്ട് വന്നതിന് 1000 ഇടപെട്ടില്ല. ഇപ്പൊ എന്താ ഉണ്ടായത് ഇവിടെ? നല്ല രീതിക്ക് മറ്റേ ഈ പശുവിന് കാലിത്തീറ്റൊക്കെ കൊടുക്കുമ്പോൾ പശുവിന് നമ്മളെടുത്തൊരു സ്നേഹം, ഒരു വാത്സല്യൊക്കെ തോന്നുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു മുട്ടലൊക്കെ ഉണ്ട്. അതുപോലെ നല്ല ചെറിയ തീർച്ചയായിട്ടും ആറ്റി ഊതി കുടിച്ചിട്ട് പോകേണ്ടി വന്ന ആ ചേട്ടന്മാരുടെ അവസ്ഥ ബസ്സിലുള്ള. സത്യത്തിൽ പോലീസുകാരാണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഈ തിരുവനന്തപുരം ടു കാസർഗോഡ് വരെ പോണ എല്ലാ പ്രൈവറ്റ് ബസ് ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ അവിടെ നിന്ന് ഓടുന്ന സിറ്റി ബസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ KSRTC ആണെങ്കിലും ശരി, മരണ പാച്ചിലുകൾ കൊണ്ട് എത്ര ആളുകളുടെ കയ്യും കാലും നഷ്ടപ്പെട്ട്, ജീവൻ നഷ്ടപ്പെട്ട്, എത്ര കുടുംബങ്ങളുടെ അത്താണില്ലാണ്ടായി, അന്നല്ലാണ്ടായി, കുറെ എന്താ പറയാ, കുറെ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഈ അതല്ലെങ്കിൽ യാത്രക്കാർക്കും അല്ലെങ്കിൽ ബൈക്ക് യാത്രക്കാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ തെണ്ടികളുടെ മരണപ്പാച്ചിൽ. ഭയങ്കര ഒരു വൃത്തികെട്ട ഏർപ്പാടാണ്. കാരണം നമ്മുടെ കേരളത്തിന്റെ റോഡിന്റെ സ്ഥിതിയൊക്കെ എല്ലാവർക്കും അറിയാലോ. വളരെ ഇടുങ്ങിയിട്ടുള്ള തോടുമായിട്ടുള്ള റോഡാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ ഈ ബ്ലേഡ് വെള്ളത്തിലിട്ടാ പോക്ക് പോകുന്നത് ഒരിക്കലും അത് നടക്കൂല. നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും നടക്കൂലോ. ഉമ്മായ റഫ് ഡ്രൈവിംഗ് എല്ലാം. സമയം അപ്പൊ അവനത് കുടിച്ചേച്ച് പോയാൽ ഇല്ല വണ്ടി പോകില്ല. കുടിക്കേണ്ട വണ്ടി പോകില്ല. കുടിക്കേണ്ട വണ്ടി പോകില്ല. അല്ലല്ല പോലീസുകാരുടെ കരച്ചിൽ എന്താണെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ മരണപ്പാച്ചിൽ, ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ, സിറ്റി ബസ്സിന്റെ മരണപ്പാച്ചിൽ, ഇതൊന്നും അവർ നോക്കി വിട്ട് എന്നൊക്കെ പറഞ്ഞ് നൊളോളിക്കാണ് അവർ. എന്തിനാണ് സാർ അങ്ങനെയൊക്കെ നിങ്ങൾ കരയാൻ നിൽക്കുന്നത്? നിങ്ങളുടെ പണി മെയിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യം, ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് യാത്രക്കാരുടെ എല്ലാ സംഭവങ്ങളൊക്കെ തടസ്സപ്പെട്ടിട്ടുള്ള എടുക്കുന്ന ഒരു പരിപാടിയെ കൊണ്ട് അതും വിഷമമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് ഇങ്ങനെ ചെയ്യുന്ന കാര്യം കഴിയുമ്പോൾ ഒരു സ്റ്റുഡൻസ് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ തന്നെ തോന്നുന്നു ഒരു സ്റ്റുഡന്റ് ഈ ബസ്സിൽ നിന്ന് തെറിച്ച് വീണിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. ആ കുട്ടീന്റെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത്. വളരെ നല്ലൊരു ഇത്. അതാണ് ആ പ്രതിഷേധത്തിന്റെ എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇതിന് പ്രതിഷേധം എന്ന് പറയണോ അതല്ലെങ്കിൽ ഇത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണോ? അത് സത്യമായിട്ടും ഇത് എല്ലാവരും ഈ കേരളത്തിൽ ഉടനീളമുള്ള തിരുവനന്തപുരം ടു കാസർഗോഡുള്ള എല്ലാ ഈ മരണപ്പാച്ചിൽ വായന എല്ലാ ടീംസിനും ജനങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ രീതിയിലൊക്കെ തന്നെ. അതല്ലാതെ ബസ് കത്തിച്ചിട്ട് അടിച്ചു പൊളിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ തന്നെയാണ് എന്റെ ഈ 1-2 മിനിറ്റിന്റെ പേരിൽ ഒരാളുകളുടെ ജീവനോ അതല്ലെങ്കിൽ ഒരാളുകളുടെ കയ്യും കാലവും നോക്കാതെ മരണപ്പാച്ചിൽ അങ്ങോട്ട് പാഞ്ഞാണ്ട് ഇവർക്ക് ഇവരുടെ സമയം ഒപ്പിച്ചാൽ മതി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടിക്കുന്ന സത്യത്തിൽ ഈ പോലീസുകാരായിരിക്കും. എല്ലാവർക്കും എന്തും ചെയ്യുക. അല്ലെങ്കിൽ ഇതിപ്പോ നമ്മുടെ ഈ കേരളത്തിലെ റോഡിന്റെ അവസ്ഥയ്ക്ക് ഒന്നും നോക്കിയാൽ പോരാ. ഇപ്പൊ എന്താ ഉണ്ടായത് ഇവിടെ? നല്ല രീതിക്ക് മറ്റേ ഈ പശുവിന് കാലിത്തീറ്റൊക്കെ കൊടുക്കുമ്പോൾ പശുവിന് നമ്മളെടുത്തൊരു സ്നേഹം, ഒരു വാത്സല്യൊക്കെ തോന്നുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അടുക്ക് ഇങ്ങനെ ഒരു മുട്ടലൊക്കെ ഉണ്ട്. അതുപോലെ നല്ല ചിരിയൊക്കെ തീർച്ചയായിട്ടും ആറ്റി ഊതി കുടിച്ചിട്ട് പോകേണ്ടി വന്ന ആ ചേട്ടന്മാരുടെ അവസ്ഥ ബസ്സിലുള്ള നല്ല ചിരിയൊക്കെ തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ട് അല്ലേ?